ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടൂർ ഓഫ് ഒമാൻ വീണ്ടും എത്തുന്നു. അടുത്ത വർഷം ഫെബ്രുവരി 8 മുതൽ 12 വരെ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സൈക്ലിംഗ് മത്സരം അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇത്തവണ കൂടുതൽ വിശാലമായിട്ടായിരിക്കും ടൂർ ഒരുങ്ങുന്നത്. മുന്നൊരുക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. ടൂറിന്റെ ഭാഗമായുള്ള മസ്കറ്റ് ക്ലാസിക് സൈക്ലിംഗ് മത്സരം ഫെബ്രുവരി 7 നടക്കും. മൂന്നാമത് എഡിഷൻ മസ്കറ്റ് ക്ലാസിക്കാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. ഒമാൻ ഇറാഖ് സംയുക്ത സമിതിയുടെ 9ാമത് യോഗം ബാഗ്ദാദിൽ നടന്നു. വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, ഇറാഖ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഡോക്ടർ ഫുഹാദ് ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഒമാനി ഇറാഖ് ബന്ധം ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണെന്ന് യോഗത്തിനിടെ നടത്തിയ പ്രസംഗത്തിൽ സെയ്ദ് ബദർ അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിൽ മലമുകളിൽ നിന്നും വീണ് ഒരാൾക്ക് പരിക്കേറ്റു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. സാരമായ പരിക്കേറ്റ ഇയാൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി വരികയാണ്. ഖുറിയാദ് വിലായത്തിലെ ഫിൻസ് പ്രദേശത്ത് പാറക്കെട്ടിന് മുകളിൽ നിന്നും വീണ് സ്വദേശിയായ ഒരാൾക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷാപ്രവർത്തകരെത്തി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതായിരുന്നു. മല കയറുന്നവരും സാഹസിക യാത്രകൾ ചെയ്യുന്നവരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി മലയാളി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം. ഹോസ്പിറ്റലിലെ ENT വിഭാഗത്തിലെയും ന്യൂറോ സർജറി വിഭാഗത്തിലെയും ശസ്ത്രക്രിയാ സംഘമാണ് ഡോക്ടർ ആരിഫ് അലി കൊളത്തോക്കാട്ടന്റെ നേതൃത്വത്തിൽ ഒമാനിൽ തന്നെ അപൂർവമായ ശസ്ത്രക്രിയ നടത്തിയത്. തലച്ചോറിലെ ദ്രാവകത്തിന്റെ ഉയർന്ന മർദ്ദം മൂലം ഗുരുതരമായ കാഴ്ചവൈകല്യം ബാധിച്ച 16 വയസ്സുള്ള രോഗിക്ക് എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയയാണ് ആരോഗ്യ വിദഗ്ധരുടെ സംഘം പൂർത്തിയാക്കിയത്. 30 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിന് തുടക്കമായി. മസ്കറ്റ് നൈറ്റ്സിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ആയിരക്കണക്കിന് പേരാണ് ഫെസ്റ്റിവൽ വേദികളിലേക്ക് എത്തിയത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പരിപാടികളുടെ ഷെഡ്യൂൾ കാണാനും ഓൺലൈനിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ രാത്രി 11 മണി വരെയാകും മസ്കറ്റ് നൈറ്റ്സ് അനുബന്ധ പരിപാടികൾ. വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ സമയം വിനോദ പരിപാടികൾ അരങ്ങേറും. ഓരോ ദിവസങ്ങളിലെയും വ്യത്യസ്ത ആഘോഷ പരിപാടികളെക്കുറിച്ച് മസ്കറ്റ് നൈറ്റ്സിന്റെയും നഗരസഭയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയാം. മസ്കറ്റ് നൈറ്റ്സിൽ സാംസ്കാരിക പരിപാടികളും രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങളും അരങ്ങേറും. വാണിജ്യമേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ നിന്നുള്ള സാംസ്കാരിക പരിപാടികൾ എന്നിവ വരും ദിവസങ്ങളിലുണ്ടാകും. മുൻകാലങ്ങളിൽ നടന്ന മസ്കറ്റ് ഫെസ്റ്റിവലുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ച് മസ്കറ്റ് നൈറ്റ്സ് വൻ വിജയമാക്കുകയാണ് മസ്കറ്റ് നഗരസഭ. LED ലൈറ്റുകളുടെ കാഴ്ചകളും സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന വ്യത്യസ്ത തരം ചെറുതും വലുതുമായ പരിപാടികളുമുണ്ട്. പരമ്പരാഗതമായുള്ള സ്വദേശികളുടെ ജീവിത രീതികൾ, ആഘോഷങ്ങൾ, ആസ്വാദനങ്ങൾ എന്നിവയെല്ലാം പ്രദർശനം ഇത്തവണ ഉണ്ടാകും. ഇവയ്ക്ക് കൂടുതൽ സ്വീകാര്യതയും ലഭ്യമാകും. മസ്കറ്റ് നൈറ്റ്സുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ കസ്റ്റംസ് നിയമങ്ങളോടും സാംസ്കാരിക പരമ്പരാഗത രീതികളോടും നീതി പുലർത്തുന്നതുമായിരിക്കണം. അതേസമയം നസീം ഗാർഡനിൽ വിനോദ പരിപാടികൾക്കാണ് കൂടുതൽ മുൻതൂക്കമെങ്കിലും അമ്രാത്ത് പാർക്കിൽ പ്രധാനമായും ഒമാനി പൈതൃകത്തിന്റെയും സാംസ്കാരികത്തിന്റെയും പ്രദർശനമാണ്. ഇവയിൽ പലതും മലയാളിക്ക് ഗൃഹാതുര ഓർമ്മകൾ സമ്മാനിക്കും. പല കാഴ്ചകളും നാടോർമ്മകളെ തട്ടിയുണർത്തുന്നുണ്ട്. അവധി ദിവസങ്ങളായ വെള്ളി, ശനി ദിവസങ്ങളിലാണ് കൂടുതൽ സന്ദർശകർ ഫെസ്റ്റിവൽ നഗരികളിൽ എത്തുന്നതായി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത നൃത്തങ്ങൾ അടക്കമുള്ള പരിപാടികളും വരും ദിവസങ്ങളിൽ അരങ്ങേറും. അതത് രാജ്യങ്ങളിൽ നിന്നും ഫെസ്റ്റിവലിനായി പ്രത്യേകം രാജ്യത്തെത്തിയ സംഘമാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുക. ഇന്നു മുതൽ ഒമാന്റെ വിവിധ ഭാഗങ്ങളെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. മസ്കറ്റ്, മുസന്തം, തെക്ക് വടക്ക് ബാത്തിന, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിൽ അന്തരീക്ഷം മേഘാവൃതമാകുമെന്നും വ്യത്യസ്ത തീവ്രതയോടെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 26 വരെ സ്ഥിതി തുടരുമെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.
ഇന്നും നാളെയും മുസന്തം, തെക്ക് വടക്ക് ബാത്തിന, മസ്കറ്റ്, ദാഖ്ലിയ ഗവർണറേറ്റിൽ ചില ഭാഗങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. 10 മുതൽ 20 നോട്ട് വേഗതയിൽ കാറ്റ് വീശുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചൊവ്വാഴ്ച മുസന്തം, തെക്ക് വടക്ക് ബാത്തിന, മസ്കറ്റ്, തെക്കൻ ഷെർക്കിയ, ദാഖ്ലിയ ഗവർണറേറ്റിന്റെ ഭാഗങ്ങൾ, അൽഹജർ പർവ്വതനിരകളുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വ്യത്യസ്ത തീവ്രതയുള്ള ഒറ്റപ്പെട്ട മഴയും പ്രതീക്ഷിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം ഒമാനിൽ തണുപ്പ് ശക്തമായിട്ടുണ്ട്. ശൈത്യകാലം ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. മിക്ക പ്രദേശങ്ങളിലും താപനിലയിൽ ഗണ്യമായ കുറവും അനുഭവപ്പെട്ടു. ചില പർവ്വത പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിലാണ് റിപ്പോർട്ട് ചെയ്തത്, 6.2 ഡിഗ്രി സെൽഷ്യസ്. യങ്കൽ, തുംറൈത്ത് എന്നീ പ്രദേശങ്ങളിൽ 8.9 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില അനുഭവപ്പെട്ട മറ്റു സ്ഥലങ്ങൾ. അറേബ്യൻ ഗൾഫ് കപ്പിലെ 2ാം മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും. ഖത്തറാണ് എതിരാളികൾ. ജാബിർ അൽ മുബാറക് അൽ അഹമ്മദ് സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം വൈകിട്ട് 6:25 മത്സരം തുടങ്ങുക. ആദ്യ മത്സരത്തിൽ സമനില പാലിച്ച ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കുവൈറ്റിനോട് മികച്ച മത്സരം പുറത്തെടുത്തെങ്കിലും ഒമാന് വിജയം നേടാൻ സാധിച്ചില്ല. നിരവധി ഗോൾ അവസരം സൃഷ്ടിച്ചുവെങ്കിലും ഫിനിഷിംഗിലെ പിഴവുകൾ തിരിച്ചടിയാവുകയായിരുന്നു. ഈ തെറ്റ് തിരുത്തിയാകും ടീം ഇന്ന് കളത്തിലിറങ്ങുക. എങ്കിലും ടീമിൽ വലിയ മാറ്റങ്ങൾക്കും പരിശീലകൻ റാഷിദ് ജാബിർ തയ്യാറായിട്ടില്ല. ഇന്നത്തെ മത്സരം ഏറെ പ്രധാനമാണെന്ന് റഷീദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മയക്കുമരുന്നുമായി 3 പ്രവാസികൾ അറസ്റ്റിലായി. 90 കിലോയിലധികം ക്രിസ്റ്റൽ മെത്ത്, ഹെറോയിൻ, മാരിജുവാന എന്നിവയ്ക്കും 1700 സൈക്കോട്രോപിക് ഗുളികകളും കടത്തുന്നതിനിടയിലാണ് ഏഷ്യക്കാരായ പ്രതികൾ അറസ്റ്റിലായത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ കോമ്പാക്ടിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമൻ പോലീസ് വ്യക്തമാക്കി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മസ്കറ്റ്, ബാത്തിന, ദാഖ്ലിയ, ഷെർക്കിയ ഗവർണറേറ്റുകളിലും വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തിരുന്നു. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ അൽഖാബിൽ പ്രദേശത്ത് നിരവധി വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ച 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. ഏഷ്യൻ രാജ്യക്കാരെയാണ് വടക്കൻ ഷെർക്കിയ പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തത്. തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മോഷണ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് 2 പേർ പിടിയിലായത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.